CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസം കോന്നി MLA KU ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെല്ലുകയും ഒരു കാട്ടാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ഒരാളെ അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ആ ആളെ പിടിച്ചുകൊണ്ട് വന്നത് സംബന്ധിച്ച് KU ജനീഷ് കുമാർ പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ പ്രയോഗിച്ചിരുന്നു. ഒന്ന്, ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് പറഞ്ഞു, നക്സലുകൾ വീണ്ടും വരും എന്ന് പറഞ്ഞു. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? എന്താണ് ഒരു മറുപടി? അല്ല, ജനീഷ് കുമാർ ചെയ്ത നടപടി തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ വന അതിർത്തിയിലും അതുപോലെ തന്നെ ഇടനാട്ടിലുമെല്ലാം, മലയോരത്തും ഇടനാട്ടിലുമെല്ലാം വന്യമൃഗ പ്രശ്നം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. എത്ര ആളുകൾ കൊല്ലപ്പെട്ടു കേരളത്തിൽ? ഇത് ചോദിക്കാനും പറയാനും ആരും വേണ്ട എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. നക്സൽ എന്ന വാക്ക് ഉപയോഗിച്ചത് പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? അതൊരു പ്രസംഗത്തിനിടെ നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ ഞങ്ങൾ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിയമത്തിന്റെ കുഴൽക്കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ അത് നിയമവിരുദ്ധമാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ നിയമം കയ്യിലെടുക്കാത്ത മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ഇച്ചിരി കടുത്ത വാക്ക് ഉപയോഗിക്കേണ്ടി വരാം. ജനീഷ് കുമാർ തന്നെ പറഞ്ഞത് അവിടെ നക്സൽ എന്ന പദം ഉപയോഗിച്ചത് ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആളുകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഒരു കാട്ടാന ചരിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം അത് നക്സൽ രൂപത്തിലേക്ക് മാറും, അതാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് ജനീഷ് കുമാർ MLA പറഞ്ഞത്. കാട്ടാന ചരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇത്ര ജനങ്ങളുടെ മോൽ മെക്കിട്ട് കയറാൻ, വീട് റെയ്ഡ് ചെയ്യാൻ, ആളുകളെ പിടിച്ചുകൊണ്ടു പോകാൻ വനംവകുപ്പ് ഒരു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നിലയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനമൊന്നും ഈ നാട്ടുകാർ അംഗീകരിക്കത്തില്ല. ഇവിടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ എങ്ങനെയാ വന്യമൃഗങ്ങളാവുന്നേ? നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾ നാട്ടുമൃഗങ്ങളല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വനത്തിനുള്ളിലാണ്, അവിടെയാണ് പോയി സംരക്ഷിക്കേണ്ടത്. അവിടെ അതിന് തീറ്റ കൊടുക്കട്ടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, അതിന് വെള്ളം കൊടുക്കട്ടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ. അതിന് തീറ്റയ്ക്ക് സംരക്ഷണം, വെള്ളത്തിന് സംരക്ഷണം ഒന്നും നൽകാതെ നാട്ടുകാരന്റെ പുറത്ത് മെക്കിട്ട് കയറിയാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നാട്ടുകാർ ചെറുത്ത് നിൽക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത്ര രോക്ഷ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ വീട് കാണുമോ? വീട് പൊളിക്കുകയാണ് ആന വന്ന്. അപ്പുറത്ത് കുരങ്ങ്, ഇപ്പുറത്ത് മയില്, നാട്ടിലാകെ കാട്ടുപന്നി വന്ന് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ കയറിയിരിക്കുക. നാട് മുഴുവൻ കാട്ടുപന്നിയാണ്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ, ഈ പന്നിയെ പഞ്ചായത്ത് കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വനംവകുപ്പ് നടക്കണ്ട. എന്നിട്ടും വനംവകുപ്പിന് മനസ്സിലാകത്തില്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞെന്നിരിക്കും. അതിന് ചിലപ്പോൾ ഏത് ഭാഷയാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അത്ര രൂക്ഷമായിട്ട് തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ പാർട്ടി ജനീഷ് കുമാറിനൊപ്പം തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനീഷ് കുമാർ പറഞ്ഞു പോകും, സ്വാഭാവികമല്ലേ? കാരണം ഇവിടെ മരണവെപ്രാളത്തിൽ ജീവൻ കൈവച്ചാണ് ജനങ്ങൾ അവിടെ ജീവിക്കുന്നത്. ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ജനീഷ് കുമാർ എന്ന MLAക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ ചിലപ്പോൾ പ്രതികരണം വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ആ സന്ദർഭത്തിൽ നടത്തിയ പ്രതികരണമാണ്, അതിനകത്തൊരു തെറ്റും ഉണ്ടാവില്ല. KU ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ചെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് മോശമായ രീതിയിൽ പെരുമാറിയത് അത് വന്യമൃഗ ശല്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു MLAയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് എന്നാണ് പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.